നമസ്കാരം. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പൗരത്വ നിയമ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഒഴികെയുള്ള 6 മതങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനാണ് ഇത്. പീഡനം നേരിടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അഭയം നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രം പറയുമ്പോൾ ഭരണഘടനാ ലംഘനമാണ് നടപ്പിലാക്കുന്നതെന്ന ശക്തമായ വാദമുയർത്തുകയാണ് വലിയൊരു വിഭാഗം. നിയമ ഭേദഗതിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. അസമിൽ യുണൈറ്റഡ് ഒപ്പോസിഷൻ ഫോറം ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. ഈ ദിവസത്തെ പ്രധാന വാർത്തകളുമായി വാർത്താരംഭം തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പൗരത്വ നിയമ ഭേദഗതിയിൽ പ്രതിഷേധം കനക്കുന്നു. അസമിൽ ഹർത്താൽ, CAA പകർപ്പുകൾ കത്തിച്ച പ്രതിഷേധക്കാർ. രാജ്യത്ത് പലയിടത്തും കനത്ത സുരക്ഷ. തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിൽ SBIക്ക് ഇന്ന് നിർണായകം. വിവരങ്ങൾ കൈമാറാനുള്ള സമയപരിധി വൈകിട്ട് അവസാനിക്കും. തൃശൂരിലെ പ്രചാരണത്തിൽ നിന്ന് പത്മജയെ പങ്കെടുപ്പിക്കേണ്ടെന്ന് BJP തീരുമാനം. സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന് പത്മജ ഇറങ്ങില്ല. പ്രചാരണത്തിൽ പങ്കെടുത്താൽ തിരിച്ചടിയുണ്ടാകുമെന്ന് നേതൃത്വത്തിന് ആശങ്ക. ആന്ധ്രയിൽ BJP TDP സീറ്റ് വിഭജനം പൂർത്തിയായി. 17 സീറ്റുകളിൽ TDPയും BJP 6 സീറ്റിലും മത്സരിക്കും. ഓട്ടോറിക്ഷയിൽ മ്ലാവിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. അപകടം കോതമംഗലം കളപ്പാറയിൽ. മരിച്ചത് മാമലകണ്ടം സ്വദേശി വിജിൽ. ഇടുക്കിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. പന്നിയാറിൽ റേഷൻ കട തകർത്തു. വന്യമൃഗാക്രമണത്തിനെതിരെ ഇന്ന് സർവകക്ഷി യോഗം. പൂപ്പാറയിൽ പ്രതിഷേധത്തിന് ഇടുക്കി അതിരൂപത. കേരളത്തിൽ റമദാൻ വ്രതത്തിന് തുടക്കം. പുണ്യമാസം ആചരിക്കാൻ ഇസ്ലാം മതവിശ്വാസികൾ. മാസപ്പടി കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. പരിഗണിക്കുന്നത് SFIO അന്വേഷണം ചോദ്യം ചെയ്തുള്ള KSIDC ഹർജി. സിദ്ധാർത്ഥന്റെ മരണത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിന് പോലീസ്. മുഖ്യപ്രതികളായ 5 പേർക്കായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കേസ് ഒരാഴ്ചയ്ക്കുള്ളിൽ CBI ഏറ്റെടുത്തേക്കും. ഭാരത് ജോഡോ ന്യായ് യാത്ര അവസാന ഘട്ടത്തിലേക്ക്. ഇന്ന് മഹാരാഷ്ട്രയിൽ പ്രവേശിക്കും. യാത്ര സമാപിക്കുക വെള്ളിയാഴ്ച. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CAAയിൽ വലിയ പ്രതിഷേധം കനക്കുകയാണ് രാജ്യത്ത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ അസമിൽ പ്രതിഷേധം ശക്തമാണ്. യുണൈറ്റഡ് ഒപ്പോസിഷൻ ഫോറം ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. CAA പകർപ്പുകൾ കത്തിച്ചും പല ഭാഗങ്ങളിലും പ്രതിഷേധം തുടരുകയാണ്. ഡൽഹിയിലും UPയിലും അടക്കം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ER രാഗേഷ് നൽകും വാർത്തയുടെ വിശദാംശങ്ങൾ. ER, വലിയ പ്രതിഷേധം രാജ്യമെങ്ങും അലയടിക്കുകയാണ്. ഒരു വലിയ വിവാദമായ വിഷയം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പ്രതിഷേധിക്കുന്നത്? എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? അശ്വതി, പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ ഏതായാലും കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായും അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഇത്തരമൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കാരണം 4 വർഷം മുമ്പാണ് ഈ നിയമം പാർലമെന്റ് പാസ്സാക്കിയത്. 2019 ഡിസംബർ 10-ാം തീയതി ലോക്സഭയിലും തൊട്ടടുത്ത ദിവസം രാജ്യസഭയിലും അതിനുശേഷം 12-ാം തീയതി രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെക്കുകയും ചെയ്തതോടെ നിയമമായി മാറിയിരുന്നു. അതിനുശേഷം രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് അന്ന് അരങ്ങേറിയത്. അതായത് ഡൽഹിയിലെ ഷഹീൻ ബാഗ് ആയിരുന്നു ഈ സമരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. പ്രത്യേകിച്ച് അമ്മമാരുടെ അടക്കം സമരം വലിയ രീതിയിൽ രാജ്യാന്തര ശ്രദ്ധ തന്നെ നേടുകയും ചെയ്തിരുന്നു. ഒപ്പം ഡൽഹി പോലെ തന്നെ വലിയ പ്രതിഷേധം അലയടിച്ച സംസ്ഥാനമാണ് അസം. അസമിൽ അന്ന് യുവാക്കളടക്കം തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ഇതിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് വൈകുകയായിരുന്നു. ഏതായാലും ഇതിനുള്ള നടപടിക്രമങ്ങൾ കുറച്ച് ദിവസങ്ങൾക്കും മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തുടങ്ങിയിരുന്നു. ഏതായാലും ഇപ്പോൾ അത് വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ്. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോഴും
രാജ്യത്ത് അരങ്ങേറുന്നുണ്ട്. പ്രധാനമായും അസമിൽ തന്നെയാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധമുണ്ടായത്. അസം സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി അസമിന്റെ പല ഭാഗങ്ങളിലും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധമുണ്ടായി. അവിടെ ഈ CAA കോപ്പി കത്തിച്ചുകൊണ്ടായിരുന്നു വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത്. ഒപ്പം 16 സംഘടനകളുടെ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഹർത്താൽ പുരോഗമിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അസമിൽ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഏതായാലും മുൻപുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ ഒരു നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഷഹീൻ ബാഗ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. ഷഹീൻ ബാഗിൽ ഡൽഹി പോലീസ് റൂട്ട് മാർച്ച് നടത്തി. ഇന്നലെ ഈ വിജ്ഞാപനം വരുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഡൽഹി പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു. UPയിലും സമാനമായ രീതിയിൽ നോയിഡയിൽ റൂട്ട് മാർച്ച് നടത്തിയിട്ടുണ്ട് പോലീസ്. പ്രത്യേകിച്ച് പശ്ചിമ UPയിലൊക്കെ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുകയാണ്. ഏതായാലും BJP അവരുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം ഒന്നുകൂടി ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നു എന്ന് പറയാം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ അതിന്റെ സമയക്രമം വരുന്നതിന് തൊട്ടു മുമ്പാണ് ഇത്തരം ഒരു നീക്കം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം BJPയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നായിരുന്നു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുമെന്നത്. രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആദ്യം ചെയ്ത നടപടികളിലൊന്ന് അത് റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനമായിരുന്നു. മറ്റൊന്ന് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണമായിരുന്നു. അയോധ്യയിൽ ഇപ്പോൾ ഏതായാലും രാമക്ഷേത്രം നിർമ്മാണം കഴിഞ്ഞു. ആളുകൾക്ക് പ്രത്യേകിച്ച് അവിടെ നിരവധി പേർ ഇപ്പോൾ ദർശനം നടത്തുന്നു. അതിനുശേഷം CAAയും BJPയുടെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു, അതുകൂടി ഇപ്പോൾ നടപ്പാക്കിയിരിക്കുകയാണ്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ആയിരിക്കും ഇത്തവണത്തെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം BJP ഉയർത്തിക്കാട്ടിയിരുന്നത്. അതിൻ്റെ കൂടെ സ്വാഭാവികമായി ഇപ്പോൾ CAA നടപ്പാക്കിയതും ഒപ്പം തന്നെ കശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ BJP ഉന്നയിക്കുക തന്നെ ചെയ്യും. ഏതായാലും പ്രതിപക്ഷം ഒന്നടങ്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ടൈമിങ്ങിനെയാണ് പ്രധാനമായും പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല നേരത്തെ തന്നെ ഇത് കൊണ്ടുവരുന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കേരളവും പശ്ചിമ ബംഗാളും ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് നേരത്തെ തന്നെ നിലപാടെടുത്തതാണ്. ഇന്നലെയും 2 മുഖ്യമന്ത്രിമാരും സമാനമായ നിലപാട് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഇതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റൊരു വിഷയം, ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഓരോന്നായി BJP നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ CAAയുടെ കാര്യം വരുമ്പോൾ നിയമപരമായി അതിന് പ്രശ്നങ്ങളില്ലേ? പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസാണ്. അന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ സുപ്രീം കോടതിയിലേക്ക് പോയ 200-200-ലധികം ഹർജികൾ ഇതിനെതിരെ ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇത്തരത്തിൽ പൊടുന്നനെ ഇത് നടപ്പിലാക്കില്ല എന്ന് അന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചതുമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇതുമായി വീണ്ടും മുന്നോട്ട് വരുമ്പോൾ നിയമപ്രശ്നങ്ങൾ ഏത് രീതിയിലാണ്? ഏതായാലും സുപ്രീം കോടതിയിൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേസുണ്ട്. കാരണം വിവിധ കക്ഷികൾ ഭാഗമായിട്ടുണ്ട്. കേരളം ഹർജി നൽകിയിട്ടുണ്ട്, മുസ്ലിം ലീഗ് ഹർജി നൽകിയിട്ടുണ്ട്. പക്ഷേ ആ കേസ് നിലവിൽ നടപടികളൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുക മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരമൊരു ഉത്തരവ് വരാൻ വളരെ കാലതാമസമെടുക്കും. അടുത്ത സർക്കാരിൻ്റെ കാലത്ത് മാത്രമായിരിക്കും സ്വാഭാവികമായും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവ് വരാനിരിക്കുന്നത്. നേരത്തെ കശ്മീരിൻ്റെ കാര്യത്തിലടക്കം അത് കണ്ടതുമാണ്. അതായത് കശ്മീരിനുള്ള പ്രത്യേക അധികാരം റദ്ദാക്കിയതിനെതിരെ അത് ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി ഹർജികളുണ്ടായിരുന്നു. ആ ഹർജി പിന്നീടാണ് കോടതി തീർപ്പാക്കിയത്. അതായത് കശ്മീരിന് പ്രത്യേകം അധികാരമില്ല എന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. സ്വാഭാവികമായും ഇതിപ്പോൾ പാർലമെന്റിന്റെ അധികാരം അങ്ങനെ ഒരു നിയമം നടപ്പാക്കുന്നു. സ്വാഭാവികമായും അതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ നിരവധി കക്ഷികൾ പോയിട്ടുണ്ട്. ഇപ്പോൾ കോടതി നടപടികളൊന്നും തന്നെ എങ്ങും എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഏതായാലും സർക്കാർ അവരുടെ നിലപാടുമായി നയവുമായി മുന്നോട്ട് പോവുകയാണ്. അത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ്. സ്വാഭാവികമായും അതൊരു പ്രചാരണ ആയുധമാക്കി മാറ്റാൻ തന്നെയായിരിക്കും BJPയുടെ തീരുമാനം. CAAയിൽ വലിയ ഒരുപാട് സംശയങ്ങൾ സ്വാഭാവികമായും പൊതുജനങ്ങൾക്കുണ്ടാകും. വലിയ പ്രതിഷേധമുയരുമ്പോഴും ആശങ്ക ഒരു വലിയ വിഭാഗത്തിന് ഉണ്ട്. വിജ്ഞാപനം ഇന്നലെ ഇറക്കിയെന്ന് പറയുമ്പോൾ ഓൺലൈനായി അപേക്ഷിച്ച് തുടങ്ങാം ഇന്നു മുതൽ എന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ നടപടിക്രമങ്ങൾ ഏത് രീതിയിലാണ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്? തീർച്ചയായും ഓൺലൈൻ മുഖേന തന്നെയാണ് ഇതിൻ്റെ ഈ പൗരത്വമായി അപേക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിട്ടുള്ളത്. കാരണം പ്രധാനമായും 3 രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 6 മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്നതാണ് ഈ CAA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സിഖ്, പാഴ്സി, ഹിന്ദു, ജൈന തുടങ്ങി ഇങ്ങനെ 6 മതവിഭാഗങ്ങൾക്കാണ് ഈ പൗരത്വം നൽകുന്നത്. അതായത് 2014 മുമ്പായി ഇന്ത്യയിൽ എത്തിയവർക്കാണ് പൗരത്വം നൽകുന്നത്. അത് പൂർണ്ണമായും
ഓൺലൈൻ പോർട്ടൽ വഴിയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് മോണിറ്റർ ചെയ്യാൻ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും എന്നുകൂടി വിജ്ഞാപനത്തിൽ പറയുന്നു. മാത്രവുമല്ല, നേരത്തെ ഉണ്ടായിട്ടുള്ള ചില വ്യവസ്ഥകൾ, അതായത് പൗരത്വമായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ തന്നെ ലഘൂകരിച്ചുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഏതായാലും കേന്ദ്ര സർക്കാർ എത്തിയിട്ടുള്ളത്. കാരണം നേരത്തെ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ പൗരത്വത്തിനായി അപേക്ഷിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന രാജ്യത്തിന്റെ അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ തിരിച്ചറിയൽ രേഖയൊക്കെ ഹാജരാക്കണം. എന്നാൽ അതിൽ നിന്ന് മാറ്റം വരുത്തി സ്വാഭാവികമായും ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ ജനപ്രതിനിധിക്ക് അവരുടെ സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ പൗരത്വം നൽകാം എന്ന നിലയിലുള്ള വ്യവസ്ഥകളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്. അതായത് പൗരത്വത്തിനായുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഏതായാലും വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമാകുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഈ പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു എല്ലാ പാർട്ടികളും. ഈ BJP ഏത് രീതിയിലാണ് CAA ഉപയോഗിക്കുക, ഒപ്പം പ്രതിപക്ഷം അതെങ്ങനെ ആയുധമാക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ? പ്രധാനമായും അശ്വതി, ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ചർച്ചാ വിഷയമാകും, പ്രചാരണത്തിലെ മുഖ്യ വിഷയമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നമ്മൾ നേരത്തെ തന്നെ കേരളത്തിൽ സാഹചര്യം, കേരളം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ സാഹചര്യമൊക്കെ കണ്ടതാണ്. കേരളത്തിൽ അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് കേരള നിയമസഭ തന്നെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പലവട്ടം നിലപാട് ആവർത്തിച്ചിട്ടുണ്ട്. ഈ ഒരു തരത്തിലും അനുവദിക്കില്ല, ഈ CAA നടപ്പാക്കാൻ, സംസ്ഥാനത്ത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ കക്ഷി ചേർന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗാണ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി സുപ്രീം കോടതിയിൽ പോയൊരു രാഷ്ട്രീയ പാർട്ടി. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ ഇത് വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും കേരളത്തിലെ പ്രധാനപ്പെട്ട BJP ഒഴിച്ചുള്ള എല്ലാ പാർട്ടികളുടെയും നിലപാട് CAA നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ തന്നെ അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ കണ്ടു. നേതാക്കളെല്ലാം തന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയും യുവജന സംഘടനകൾ അടക്കം തെരുവിലിറങ്ങുന്ന സാഹചര്യം കൂടി ഉണ്ടായി. പ്രത്യേകിച്ച് BJP നേതാക്കൾ അത് കേന്ദ്രം കൊണ്ടുവന്നൊരു നിയമം അത് സ്വാഭാവികമായും പാസ്സാക്കാൻ അല്ലെങ്കിൽ നടപ്പാക്കാൻ, കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് വെറും വാക്കാണ് എന്ന പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തു. അപ്പോൾ വരും ദിവസങ്ങളിൽ കേരളത്തിലടക്കം ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയം. ശരി, വലിയ ചർച്ചയാകുമെന്ന് തന്നെയാണ്. മറ്റൊരു ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് SBIക്ക് ഇന്ന് നിർണായകമാണ് എന്നുള്ളതാണല്ലോ. തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിലെ വിവരങ്ങൾ കൈമാറാൻ SBIക്ക് നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. വിവരങ്ങൾ കൈമാറാൻ ജൂൺ 30 വരെ സാവകാശം തേടി SBI സമർപ്പിച്ച ഹർജി തള്ളിയാണ് വിവരങ്ങൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കൈമാറാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഇത്തരത്തിൽ വലിയ വിമർശനം ഉയർത്തിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇന്ന് വൈകിട്ട് തന്നെ ഇത് നൽകണം, ഇലക്ഷൻ കമ്മീഷന് നൽകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് കോടതിയിൽ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സമയപരിധി അവസാനിക്കുമ്പോൾ SBI ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകുക? അശ്വതി, വലിയ തിരിച്ചടിയാണ് ഇന്നലെ ഏതായാലും SBIക്ക് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. കാരണം ഈ ബോണ്ടുകളുടെ ആർക്കൊക്കെ ബോണ്ടുകൾ വഴി ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകി തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാൻ സമയപരിധി നേരത്തെ കോടതി നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷേ ആ സമയപരിധിക്കുള്ളിൽ വിവരങ്ങൾ കൈമാറാതെ SBI സ്വീകരിച്ച നിലപാട് വീണ്ടും സാവകാശം ചോദിക്കുന്നതായിരുന്നു. അതായത് ജൂൺ 30 മുമ്പായി സമർപ്പിക്കാം, ജൂൺ 30 വരെ ഒരു സാവകാശം SBI തേടി. പക്ഷേ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് കടുത്ത വിമർശനമാണ് ഇന്നലെ കോടതി SBIക്കെതിരെ നടത്തിയത്. അതൃപ്തി അടക്കം പ്രകടിപ്പിക്കുകയും ചെയ്തു. മാത്രവുമല്ല, ഇന്ന് തന്നെ വിവരങ്ങൾ കൈമാറണം, ഇന്ന് വൈകിട്ടകം വിവരങ്ങൾ കൈമാറണം നിർദ്ദേശം കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റന്നാൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SBI നൽകുന്ന വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന നിർദ്ദേശമാണ് കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഏതായാലും എന്തൊക്കെ വിവരങ്ങൾ ഇന്ന് SBI നൽകും എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. ഏതായാലും സ്വാഭാവികമായും SBI ഇന്ന് നൽകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ആരൊക്കെ ബോണ്ടുകൾ വാങ്ങി എന്ന വിവരം സ്വാഭാവികമായും SBI നൽകാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ആ ബോണ്ടുകൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകി എന്ന കാര്യത്തിൽ വ്യക്തത, അല്ലെങ്കിൽ അത് നൽകാൻ കഴിയുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. കാരണം SBI ഇന്നലെ തന്നെ കോടതിയിൽ പറഞ്ഞത് ഇത് രണ്ട് തരത്തിലാണ് ശേഖരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു അതായത് ബോണ്ടുകൾ വാങ്ങിയവരുടെ മാത്രം വിവരങ്ങൾ നൽകുമ്പോൾ അതിൽ കോടതി ഇനി എന്തു പറയും, കോടതി എന്ത് സ്വീകരിക്കും എന്നാണ് അറിയാനുള്ളത്. ഒപ്പം SBI ഏതൊക്കെ വിവരങ്ങൾ നൽകുമെന്നതുകൂടി അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ കോടതി ആവശ്യപ്പെട്ട മുഴുവൻ വിവരങ്ങളും നൽകിയില്ലെങ്കിൽ കോടതി ഇലക്ഷൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്നലെ തന്നെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ രേഖകൾ സമർപ്പിക്കും SBI എന്നതിനെ ആശ്രയിച്ചായിരിക്കും കോടതിയുടെ തുടർ നടപടികൾ. ഈ വിഷയത്തിൽ കോടതി ചോദിച്ചത് ഈ 26 ദിവസം എന്തെടുക്കുകയായിരുന്നു എന്നുള്ളൊരു വിമർശനം ആണ് ചോദിച്ചിരുന്നത് SBIയോട് ഇന്നലെ.
അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം വരെ സമയമുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ SBI പറഞ്ഞ കാര്യം ഈ ശേഖരിച്ച വിവരങ്ങൾ, അതായത് ആര് എത്ര രൂപ, എത്ര സംഭാവന ഏത് പാർട്ടിക്ക് നൽകി എന്നതടക്കമുള്ള വിശദ വിവരങ്ങൾ ആണല്ലോ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ക്രോഡീകരിച്ച് നൽകാനുള്ള സമയം എന്ന രീതിയിലായിരുന്നു ഇത് കൂടുതൽ സമയം ആവശ്യപ്പെട്ടത്. പക്ഷെ അതൊന്നും വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ഡേറ്റ അതുപോലെ സമർപ്പിക്കുക എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാകും. SBI ഇന്നലെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, അതായത് സങ്കീർണമായ വിഷയമാണ്, അതുകൊണ്ട് തന്നെ ഇത് ക്രോഡീകരിക്കാൻ സമയം വേണമെന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. തുടർന്നാണ് ഈ വിവരങ്ങൾ കൈമാറാം, ഏതൊക്കെ ആളുകൾ ബോണ്ടുകൾ വാങ്ങി എന്ന വിവരം കൈമാറാമെന്ന് SBI വ്യക്തമാക്കിയത്. പക്ഷേ SBI പിന്നീട് ഇന്നലെ കോടതി അറിയിച്ച കാര്യവും ഇത് തന്നെയായിരുന്നു. അതായത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകി എന്ന വിവരം ലഭ്യമാക്കുന്നതിൽ സാവകാശം വേണമെന്നൊരു ആവശ്യം കൂടി SBI ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ ഉത്തരവ് വന്നതിന് ശേഷം SBIയുടെ അഭിഭാഷകൻ കോടതിയോട് ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കോടതി ഉത്തരവിൽ എല്ലാം വ്യക്തമാണല്ലോ എന്നാണ് ഈ ബെഞ്ച് ചോദിക്കുകയും ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായി ഇനി അറിയേണ്ടത് SBI ഏതൊക്കെ വിവരങ്ങൾ നൽകും, അത് സ്വാഭാവികമായും കോടതി അംഗീകരിക്കുമെന്നാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റു നടപടികളുമായി മുന്നോട്ട് പോകും, കോടതി അലക്ഷ്യ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ്. കാരണം ഇതിലെ ഹർജിക്കാരായ ADR-ഉം CPM-ഉം നേരത്തെ തന്നെ 6-ാം തീയതിക്ക് മുമ്പ് തന്നെ ഇത് നൽകാത്തതിൽ, വിവരങ്ങൾ കൈമാറാത്തതിൽ കോടതിയെ സമീപിച്ചിരുന്നു. കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരുന്നു. അപ്പോൾ ആ ഹർജികളൊക്കെ തന്നെ കോടതി തീർപ്പാക്കിയിട്ടില്ല, അതൊക്കെ പരിഗണനയിലുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി കോടതി സ്വാഭാവികമായും തുടർ നടപടി കൈക്കൊള്ളും. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇത്തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നത് അത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാകില്ല. പ്രത്യേകിച്ച് ഭരണപക്ഷമായ BJP എത്ര വലിയ തുകയായിരിക്കും, എത്ര വലിയ ബോണ്ടുകളായിരിക്കും പാർട്ടിയിലേക്ക് വന്നത് എന്നൊക്കെയുള്ള വെളിപ്പെടുത്തൽ ഇതിലൂടെ വരുമ്പോൾ അത് വലിയ തിരിച്ചടിയാകില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നീട്ടാനുള്ളൊരു തത്രപ്പാട് അവർക്കും ഉണ്ടാകില്ല. തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു ചർച്ചകൾക്ക് വഴിവെക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഏതാണ്ട് 22,000-ലധികം ബോണ്ടുകളാണ് ഇതിനോടകം തന്നെ കൈമാറിയിട്ടുള്ളത്. മാത്രമല്ല, നിലവിൽ പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് ഈ ബോണ്ടുകൾ വഴിയുള്ള ഏതാണ്ട് 55% ഈ സംഭാവനകൾ നൽകിയിട്ടുള്ളത് ഭരണകക്ഷിയായ BJPക്കാണ്. കോൺഗ്രസിന് ഏതാണ്ട് 10% ആണ് ഇങ്ങനെ ബോണ്ടുകൾ വഴി സംഭാവനയായി ലഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇതിൻ്റെ ഒരു വ്യക്തമായ കണക്കുകൾ പുറത്തു വരും. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ചർച്ചയാവാൻ പോകുന്ന വിഷയം തന്നെയാണ്. ഏതായാലും SBI അത്തരമൊരു നിലപാട് ഏതായാലും കോടതിയിൽ സ്വീകരിച്ചിരുന്നു, അതിന് സാവകാശം വേണം എന്നടക്കമുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. അത് തള്ളിക്കൊണ്ടുള്ള നടപടി സ്വാഭാവികമായും SBIയെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾ, മറുവശം നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കണക്ക് സ്വാഭാവികമായും ഇത്തരം നാളുകളിൽ ഈ കണക്കുകളൊന്നും തന്നെ പുറമെ പൊതുജനങ്ങൾക്ക് ലഭ്യമായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം വിവരങ്ങൾ കൈമാറുകയാണെങ്കിൽ അത് പൊതുമധ്യത്തിൽ ലഭിക്കാനുള്ള സാധ്യത കൂടി തുറന്നിടുകയാണ്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ചർച്ചയാവുന്ന വിഷയം തന്നെയാണ്. ശരി, മറ്റൊരു നാഷണൽ വാർത്ത എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലേക്കാണ്. ആന്ധ്രാപ്രദേശിൽ BJPയും TDPയും തമ്മിലുള്ള സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുകയാണ്. ലോക്സഭയിലെ TDP 17 സീറ്റിലും BJP 6 സീറ്റിലും ജനസേന പാർട്ടി 2 സീറ്റിലും മത്സരിക്കും എന്നാണ് അറിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനവും പൂർത്തിയായിട്ടുണ്ട്. എങ്ങനെയാണ് ചിത്രം? ആശ്വതി, BJP ഇത്തവണ അല്ലെങ്കിൽ BJP നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് NDA 400-ന് മുകളിൽ സീറ്റുകൾ, ഒപ്പം BJP 370 സീറ്റുകൾ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തെ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പാർട്ടികളുമായി സഖ്യത്തിനുള്ള ശ്രമങ്ങൾ BJP നടത്തുന്നുണ്ട്. അതിൽ ഒഡീഷയിൽ BJDയുമായി സഖ്യം വീണ്ടും രൂപീകരിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു. മറുവശത്ത് ആന്ധ്രാപ്രദേശിലും ചർച്ചകൾ നടന്നിരുന്നു. അതിനിപ്പോൾ സീറ്റ് വിഭജനം പൂർത്തിയായി. അതിൻ്റെ കണക്കുകളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സീറ്റുകൾ, എത്ര സീറ്റുകൾ എന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 25 ലോക്സഭാ സീറ്റുകളാണ് ആന്ധ്രാപ്രദേശിലുള്ളത്. അതിൽ 17 സീറ്റുകളിൽ TDP മത്സരിക്കാനുള്ള ധാരണയായിരിക്കുന്നു. BJPക്ക് 6 സീറ്റ് നൽകും. ഒപ്പം ഇതിലെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ ജനസേന പാർട്ടി, പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടിക്ക് 2 സീറ്റ് നൽകാനാണ് ധാരണയായിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെയാണ് നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെയും പ്രധാനപ്പെട്ട പാർട്ടി എന്ന നിലയ്ക്ക് TDP സ്വാഭാവികമായും 144 സീറ്റുകളിൽ മത്സരിക്കും. BJPക്ക് 10 സീറ്റാണ് നിയമസഭയിലേക്ക് നൽകിയിട്ടുള്ളത്. 21 സീറ്റുകളിൽ ജനസേന പാർട്ടിയും മത്സരിക്കും. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TDP BJPയുടെ സഖ്യകക്ഷിയായിരുന്നു. അന്ന് ഈ സഖ്യം
വലിയ നേട്ടമുണ്ടാക്കി. BJPക്ക് 3 MP-മാരെ ആ സംസ്ഥാനത്ത് നിന്ന് അയക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി അടക്കമുള്ള വിഷയങ്ങളിൽ സഖ്യം പിരിയുകയും കഴിഞ്ഞ തവണ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്തപ്പോൾ TDP അവിടെ പരാജയപ്പെട്ടു. അവിടെ YSR കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അപ്പോൾ സ്വാഭാവികമായും 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കൂടുതൽ സഖ്യമുണ്ടാക്കുകയാണ് ചന്ദ്രബാബു നായിഡു. പക്ഷേ അതിന് നേട്ടം BJPക്കുമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 3 സീറ്റ് ഉണ്ടായിരുന്ന പാർട്ടി കഴിഞ്ഞ തവണ അവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ സഖ്യത്തിലേക്ക് ഇപ്പോൾ BJPയും എത്തിച്ചേർന്നിരിക്കുന്നത്. ശരി, എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വളരെ പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളാണ് VR രാഗേഷ് അതിന്റെ വിശദാംശങ്ങളാണ് പങ്കുവച്ചത്. നമ്മൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ BDJS സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. BJP ദേശീയ നേതൃത്വവുമായി അന്തിമ ചർച്ചകൾക്കായി BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഡൽഹിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം. അവിടെ വെച്ചാകും പ്രഖ്യാപനം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചനയുണ്ട്. PJ ജോസഫ് വിഭാഗം മുൻ നേതാവ് മാത്യു സ്റ്റീഫൻ ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയാകുമെന്നും സൂചനകളുണ്ട്. തൃശൂരിലേക്ക് എത്തുമ്പോൾ പത്മജ വേണുഗോപാൽ ഇന്നലെ മാധ്യമങ്ങളോട് അരമണിക്കൂറോളം സംസാരിച്ചിരുന്നു. അപ്പോഴൊക്കെ എന്തിനാണ് മുരളിയേട്ടനെ വടകരയിൽ നിന്ന് മാറ്റിയതെന്നൊക്കെയുള്ള ചോദ്യം തമാശ രൂപേണ ചോദിച്ചിരുന്നു. തൃശൂരിൽ ഇപ്പോൾ വരുന്ന വാർത്ത തൃശൂരിൽ പത്മജ വേണുഗോപാലിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുപ്പിക്കേണ്ട എന്ന് BJP തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ പ്രചാരണ പരിപാടികളിൽ പത്മജയെ പങ്കെടുപ്പിക്കില്ല. പത്മജയെ പ്രചാരണത്തിൽ പങ്കെടുപ്പിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് നേതൃത്വം. പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് പത്മജയ്ക്ക് ഇതുവരെ ഒരറിയിപ്പും നൽകിയിട്ടില്ല. കെ മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥി കൂടിയായ സാഹചര്യത്തിൽ ഗൗരവത്തോടെ നീങ്ങാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ടായിരിക്കണം ഇന്നലെ പത്മജയോട് സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് ഇറങ്ങുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പാർട്ടി പറഞ്ഞാൽ ഇറങ്ങുമെന്ന മറുപടിയാണ് പത്മജ നൽകിയത്. എന്തായാലും അത് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് BJP നേതൃത്വം എത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര അവസാന പാദത്തിലേക്ക് കടക്കുകയാണ്. യാത്ര ഇന്ന് അവസാന സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ പ്രവേശിക്കും. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന നാന്ദുർബാറിലൂടെയാണ് യാത്ര മഹാരാഷ്ട്രയിൽ കടക്കുന്നത്. നാന്ദുർബാറിലെത്തുന്ന രാഹുൽ ആദിവാസി ന്യായ് സമ്മേളനത്തിൽ പങ്കെടുക്കും. മഹാരാഷ്ട്രയിലെ യാത്രയിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിലെ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കും. യാത്ര വെള്ളിയാഴ്ച സമാപിക്കും. തുടർന്ന് ഇന്ത്യ മുന്നണി ഈ മാസം 17 സംഘടിപ്പിക്കുന്ന റാലിയിലും രാഹുൽ പങ്കെടുക്കും. വന്യജീവി ആക്രമണത്തിനെതിരെയുള്ള അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള സർവകക്ഷി യോഗം ഇന്ന് ഇടുക്കിയിൽ ചേരുന്നുണ്ട്. അതിനിടെ വന്യജീവി ആക്രമണങ്ങൾ പലയിടത്തും ഉണ്ടാകുന്നു. ആ വാർത്തകളിലേക്ക് വിശദമായി വരാം. വാർത്താരംഭത്തിൽ ഒരു ഇടവേള. ഗോവിന്ദൻ മാസ്റ്റർ PJ ജോസഫ് വിഭാഗം മുൻ നേതാവ് മാത്യു സ്റ്റീഫൻ ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയാകുമെന്നും സൂചനകളുണ്ട്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര അവസാന പാദത്തിലേക്ക് കടന്നു. യാത്ര ഇന്ന് മഹാരാഷ്ട്രയിൽ പ്രവേശിക്കും. മഹാരാഷ്ട്രയിലെ യാത്രയിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിലെ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കും. യാത്ര വെള്ളിയാഴ്ച സമാപിക്കും. SFIO അന്വേഷണം ചോദ്യം ചെയ്യുള്ള KSIDC ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. KSIDC നോമിനിക്ക് CMRL കമ്പനിയിൽ നടന്നത് അറിയില്ലെന്ന് പറയുന്നത് യുക്തിരഹിതമാണെന്നാണ് ഹൈക്കോടതിയുടെ വിമർശന രൂപേണയുള്ള പരാമർശം. CMRLന്റെ സംശയകരമായ ഇടപാടുകളിൽ KSIDC ജാഗ്രത പുലർത്തിയില്ലെന്ന് കോർപ്പറേറ്റ് മന്ത്രാലയം ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഇടുക്കിയിലെ വന്യജീവി ആക്രമണങ്ങളിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം ഇന്ന് ചേരും. രാവിലെ 10-ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. വനം മന്ത്രി AK ശശീന്ദ്രൻ, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ MP, MLA-മാർ, പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വനം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ വഴിമുട്ടി പോലീസ്. 2ാം ദിവസത്തെ തെരച്ചിലിലും നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനാകാത്തതോടെ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു. വിജയന്റെ മരണത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം മറ്റ് 2 പ്രതികളായ മകൻ വിഷ്ണുവിന്റെയും ഭാര്യ സുമയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തും. ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ഏറ്റവും വലിയ അഭിപ്രായ വോട്ടെടുപ്പുമായി ന്യൂസ് 18 നെറ്റ്വർക്ക്. 21 സംസ്ഥാനങ്ങൾ, 518 മണ്ഡലങ്ങൾ, 1 ലക്ഷത്തിലേറെ പ്രതികരണം, ഒരു ബൃഹത് സർവേ, 20 ചാനലുകൾ,
16 വെബ്സൈറ്റുകൾ. ഇതിൽ പരം വലിയ മറ്റൊന്നില്ല. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ മാർച്ച് 13-നും 14-നും വൈകിട്ട് 6 മുതൽ 10 വരെ ന്യൂസ് 18-ൽ മാത്രം. വാർത്താരംഭം തുടരുന്നു. വന്യജീവി ആക്രമണത്തിന്റെ വാർത്തകൾ ഇപ്പോൾ ഒരു ദിവസവും മുടങ്ങാതെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇന്ന് എറണാകുളം കോതമംഗലത്ത് മ്ലാവിടിച്ചതിനെ തുടർന്ന് ഓട്ടോറിക്ഷ മറിഞ്ഞ യുവാവിന് ദാരുണാന്ത്യമെന്ന വാർത്തയാണ് വരുന്നത്. രോഗിയുമായി പോകുന്നതിനിടെ കോതമംഗലം കളപ്പാറയിൽ വെച്ചാണ് അപകടമുണ്ടായത്. മാമലക്കണ്ടം സ്വദേശി വിജിൽ നാരായണനാണ് മരിച്ചത്. ഓട്ടോയിലുണ്ടായിരുന്ന 3 യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. നവമി, ഈ ചൂട് കൂടുന്നതനുസരിച്ച് വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള വാർത്ത നിരന്തരം റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. എന്താണ് സംഭവിച്ചത് കോതമംഗലത്ത്? അശ്വതി, രണ്ടാമത്തെ ആഴ്ച ഇത് രണ്ടാമത്തെ മരണമാണ് വന്യജീവി ആക്രമണത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപാണ് നമുക്കറിയാവുന്നതുപോലെ കോതമംഗലത്ത് നേര്യമംഗലത്ത് കാട്ടാനയുടെ ചവിട്ടേറ്റ് ഇന്ദിരാമ മരിക്കുകയും അത് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് ഇന്നലെ രാത്രി ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. മാമലക്കണ്ടത്ത് നിന്നും കോതമംഗലത്തേക്ക് ഓട്ടോ ഓടിച്ചു വരികയായിരുന്നു വിജിൽ. ആ സമയത്ത് ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു രോഗിയും 2 കൂട്ടിരിപ്പുകാരും ഉണ്ടായിരുന്നു. ഇവർ 3 പേരുമായി ഓട്ടോയിൽ കോതമംഗലത്തിലേക്ക് പോകുന്നത് വഴിയാണ് ഓട്ടോയിലേക്ക് ഈ മ്ലാവ് ഇടിക്കുന്നത്. മ്ലാവ് റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിലാണ് ഈ ഓട്ടോ ഡ്രൈവർ വിജിൽ ഇത് കണ്ടിരുന്നില്ല. അതിനിടയിലാണ് ഈ മ്ലാവിനെ പോയി ഇടിക്കുകയും ഈ ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ മറിയുകയും വിജിൽ പുറത്തേക്ക് വീഴുകയും വിജിലിന്റെ പുറത്തു കൂടിയാണ് ഓട്ടോ വീണത്. അതിനുശേഷം ആണ് ഉടനെ തന്നെ ഒപ്പം ഉണ്ടായിരുന്ന പുറകെ ഉണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്ക് മാത്രമേ ഉള്ളൂ. അവരുടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ച് അടുത്തുള്ള ആശുപത്രിയിലേക്ക്, കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം രാജഗിരി ആശുപത്രിയിലേക്ക്, ആലുവയിലുള്ള രാജഗിരി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. എങ്കിൽ പോലും കൊണ്ടുവരുന്ന സമയം തന്നെ വിജിൽ മരിച്ചിരുന്നു. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ്. പ്രദേശത്ത് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. കാരണം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിക്കുന്നത്? ഇനി ഞങ്ങൾ ആരോടാണ് ഇക്കാര്യങ്ങളൊക്കെ പറയേണ്ടത്? കാട്ടാനയോ അല്ലെങ്കിൽ കാട്ടുപോത്തോ അല്ലെങ്കിൽ ഇതുപോലുള്ള മ്ലാവിൻ്റെയൊക്കെ ആക്രമണത്തിൽ തങ്ങളുടെ ജീവൻ ഇനിയും കൊല്ലപ്പെടുമെന്നുള്ളൊരു ഭീതിയും അവർക്കുണ്ട്. എന്തുകൊണ്ടാണ് അധികൃതർ ഇതുവരേക്കും ഇത്ര വലിയ പ്രതിഷേധം ഉണ്ടായിട്ടാണോ അതോ ഇനിയും പ്രതിഷേധിക്കാത്തത് കൊണ്ടാണോ തങ്ങളെ ഇതുവരേക്കും തിരിഞ്ഞു നോക്കാത്തത് എന്നുള്ളൊരു കാര്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ്. അടിക്കടി ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ഇത് അടിക്കടി റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ എന്തുകൊണ്ടാണ് ഇതിനൊരു പരിഹാരം കാണാൻ സർക്കാരിനോ അല്ലെങ്കിൽ വനം വകുപ്പിനോ തയ്യാറാകാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെയും കഴിയുന്നില്ല എന്നൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. അശ്വതി. ശരി നവമി, എന്തായാലും കോതമംഗലത്ത് മ്ലാവാണെങ്കിൽ ഇടുക്കിയിലേക്ക് വരുമ്പോൾ അവിടെ കാട്ടാന ആക്രമണത്തിന് അറുതിയില്ല എന്നുള്ളതാണ്. പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട വീണ്ടും കാട്ടാന തകർത്തു. ഫെൻസിംഗ് സ്ഥാപിച്ച് നവീകരിച്ച കെട്ടിടമാണ് ആന തകർത്തത്. വന്യജീവി ആക്രമണങ്ങൾ ഇങ്ങനെ പതിവാകുന്ന ഇടുക്കിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം ഇന്ന് ചേരുകയാണ്. വനമന്ത്രി AK ശശീന്ദ്രനെയും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെയും സാന്നിധ്യത്തിലാണ് യോഗം ചേരുന്നത്. അതിനിടെ വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. വലിയ പ്രതിഷേധത്തിലാണ് ആളുകൾ. ആ സാഹചര്യത്തിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരുമ്പോൾ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ള കാര്യം ഉറ്റുനോക്കുകയാണ്. സർക്കാർ എപ്പോഴും പറയുന്ന കാര്യം ഈ വിഷയത്തിൽ നിയമ തടസ്സമുണ്ട് സർക്കാരിന് മുന്നിൽ എന്നുള്ളതാണ്. പ്രിൻസ് ജെയിംസ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രിൻസ്, ആദ്യം നമുക്ക് സർവകക്ഷി യോഗത്തിലേക്ക് പോകാം. അതിനു മുൻപ് ഈ ഇടുക്കിയിൽ കാട്ടാന ആക്രമണം വീണ്ടും ഉണ്ടായിരിക്കുന്നു. പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട വീണ്ടും കാട്ടാന തകർത്തിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധത്തിനിടെയൊക്കെ ഈ സർവകക്ഷി യോഗം ചേരുമ്പോൾ എന്താണ് ജനങ്ങൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഇന്ന് രാവിലെ 10 മണിയോടെ ഉടൻ തന്നെ കളക്ടറേറ്റിൽ സർവകക്ഷി യോഗം ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മന്ത്രി AK ശശീന്ദ്രന്റെ ഒപ്പം റോഷി അഗസ്റ്റിന്റെയും ഒക്കെ സാന്നിധ്യത്തിലായിരിക്കും
ഒപ്പം ഇടുക്കി എംപിയും MLA-മാരും ഒക്കെ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലാ കളക്ടറും യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ഇടുക്കിയിൽ നടപ്പിലാക്കേണ്ട പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ഈ യോഗം വിലയിരുത്തുന്നതാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം മൂന്നാറിൽ പ്രത്യേക യോഗം ചെയ്തിരുന്നു. ഇന്ന് കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിന് മുന്നോടിയായാണ് മൂന്നാർ മേഖലയിലെ കാട്ടാന ആക്രമണങ്ങൾ അടക്കമുള്ള വന്യമൃഗ ശല്യങ്ങൾക്ക് നേരിടുന്നതിനായുള്ള പ്രത്യേക യോഗം മൂന്നാറിൽ ചേർന്നത്. അതേ തുടർന്ന് പുതിയൊരു RRT ടീമിനെ കൂടി മൂന്നാർ മേഖലയിൽ വിന്യസിക്കുന്നതിന് തീരുമാനമായിട്ടുണ്ട്. നിലവിൽ 2 RRT ടീമുകളാണ് മൂന്നാറിലും ചിന്നക്കനാലും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ സ്പെഷ്യൽ RRT ടീമും അവിടെ പ്രവർത്തിക്കുന്നത് അടക്കമുള്ള തീരുമാനമായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ കൈക്കൊണ്ട്. ഒപ്പം ഇടുക്കിയിലെ മുഴുവൻ പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മൂന്നാർ ചിന്നക്കനാൽ മേഖല ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാഞ്ഞിരവേലിയിലടക്കം കാട്ടാന ആക്രമണം ഉണ്ടായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം മറയൂർ മേഖലയിൽ കാട്ടുപോത്തുകളൊക്കെ പതിവായിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള ചർച്ചകളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ഉയരുന്നത്. എന്തായാലും കഴിഞ്ഞിടയ്ക്ക് തന്നെ രാത്രികാലങ്ങളിലെ മൂന്നാർ മേഖലയിലെ രാത്രികാലങ്ങളിൽ വിനോദസഞ്ചാരികളുടെ ജീപ്പ് സഫാരി അടക്കം നിയന്ത്രിക്കണമെന്ന് റിസോർട്ടുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഒപ്പം വാട്സാപ്പ് ഗ്രൂപ്പുകളോട് കൂടി പ്രദേശവാസികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളോട് കൂടി കാട്ടാനകൾ ഏത് മേഖലയിലുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങൾ വേഗത്തിൽ അറിയിക്കുന്നതിനുള്ള നടപടികളിലേക്കും വനം വകുപ്പ് ആലോചിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് എങ്ങനെ ആളുകൾ ഈ കാട്ടാന അടക്കമുള്ളവർ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഉണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കാനുള്ളൊരു ശ്രമങ്ങൾ വനം വകുപ്പിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു പദ്ധതികളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ഉയരുക. പ്രിൻസി, ഒപ്പം ഈ പൂപ്പാറയിൽ ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. ഇടുക്കി രൂപത അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത്, ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് സർവകക്ഷി യോഗം ഇന്ന് ചേരുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളും അതുതന്നെയാകുമല്ലോ. നമ്മൾ ഓരോ വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോഴും ചർച്ചകൾ നടത്തുമ്പോൾ അവിടെ നിന്നുള്ള പ്രദേശവാസികൾ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഉദ്യോഗസ്ഥരുടെ അഭാവം പലയിടത്തും പ്രധാനമായും ഉണ്ടാകുമെന്ന് പറയുന്നു. ഒപ്പം ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ, കിടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ, അതൊക്കെ തന്നെയാണോ ഈ പൂപ്പാറയിൽ പ്രതിഷേധം നടത്തുന്ന ഇടുക്കി രൂപതയുടെയും ആവശ്യം? എന്തൊക്കെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് അവർ ഉയർത്തുന്നത്? സ്ഥിതി ഇടുക്കി ജില്ലയിലെ കഴിഞ്ഞ 2 മാസത്തിലെ 5 പേരാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കാഞ്ഞിരവേലിയിൽ കൊല്ലപ്പെട്ട ഇതിലെ ഉൾപ്പെടെ 5 പേർ ഇതുവരെ ഈ കഴിഞ്ഞ 2 മാസത്തിനിടെ കൊല്ലപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും അധികം ആക്രമണങ്ങൾ നടക്കുന്നത് ചിന്നക്കനാൽ ചാന്തൻപാറ പഞ്ചായത്തുകളിലായി പൂപ്പാറ ഉൾപ്പെടുന്ന മേഖലകളിലാണ് ഏറ്റവും അധികം ആക്രമണങ്ങൾ തുടർച്ചയുണ്ടാകുന്നത്. പ്രത്യേകിച്ചും കാട്ടാന ആക്രമണങ്ങൾ. ഇന്ന് തന്നെ പന്നിയാർ എസ്റ്റേറ്റിൽ, ഈ തൊട്ടടുത്ത മേഖലയായ പന്നിയാർ എസ്റ്റേറ്റിൽ റേഷൻ കട കാട്ടാന ആക്രമിക്കുകയും തക്കക്കൊമ്പൻ ആക്രമിച്ച് ഇത് തകർക്കുകയും ചെയ്തിരുന്നു. മുൻപ് അരിക്കൊമ്പൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അരിക്കൊമ്പൻ സ്ഥിരമായി ആക്രമിച്ചൊരു കടയാണ്. പിന്നീട് ഇത് പൂർണ്ണമായി തകർന്ന സാഹചര്യം ഉണ്ടാകുകയും ഇവിടെ ഒന്ന് തുടരണം. ആ പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട കാട്ടാന തകർത്തു എന്നുള്ള വാർത്തയിലുള്ള പ്രതികരണം, അവിടെ നിന്നുള്ള പ്രദേശവാസിയുടെ പ്രതികരണം നമുക്ക് ലഭ്യമാണ്. വെളുപ്പകാലത്ത് 3 മണിയോടുകൂടിയാണ് നാട്ടുകാർ പറയുന്നത്. ചക്കക്കൊമ്പനാന്ന് തോന്നുന്നു. അത് വന്നിട്ട് ആ ബെൻസിന് പുറത്തുള്ള കൊടിമരം വളച്ച് ബെൻസിൻ്റെ പുറത്ത് ഇട്ടിട്ട് അങ്ങനെ പൊളിച്ച് അകത്ത് കയറി വന്നിട്ടാണ് ഈ ഭിത്തി പൊളിച്ച് അരിച്ചാക്കൊക്കെ എടുത്ത് പുറത്ത് വിതറിയിട്ടുണ്ട്. കുറേ കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ആൾത്താമസം ഇല്ലാത്തതുകൊണ്ട് അറിയാൻ പറ്റിയില്ല. രാവിലെ പണിക്ക് പോയി വിളിച്ചു പറഞ്ഞാണ് നമ്മൾ അറിഞ്ഞത്. അതിനുശേഷം ഇവിടെ എത്തുകയും ചെയ്തത്. ഉണ്ടല്ലോ 4 ചാക്ക് അരി വിതറിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ പണിത് മുറിയാണ്, കടമുറിയാണ്. അതിൻ്റെ ഭിത്തി മുഴുവൻ തകർന്നു പോയിട്ടുണ്ട്. നമുക്ക് തന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഞാൻ മടുത്തു സംഭവം. ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് ഞാൻ ഉപേക്ഷിച്ചാലോ എന്ന് ആലോചിക്കുക. ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ കമ്പനിയും ഞാനും കൂടെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണല്ലോ ഈ കടമുറി പണിതെടുത്തത് തന്നെ. എൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു ശതമാനം തുക ചിലവാക്കിയിട്ടുണ്ട്. വീണ്ടും ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെതായ സാമ്പത്തികമായ നഷ്ടം എനിക്കും ഉണ്ടാകുന്നുണ്ട്. മാനസികമായിട്ടുള്ള വേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രവർത്തനമായിട്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പാടാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു കാര്യം മാനസികമായ ബുദ്ധിമുട്ടാണ്. ഇത് ഒരു തവണയെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും അത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് നിരന്തരം അത് സംഭവിക്കുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടിലേക്കാണ് അവിടെയുള്ള പ്രദേശവാസികളെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും വന്യജീവി ആക്രമണങ്ങളിൽ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യത്തിൽ സർവകക്ഷി യോഗത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പൂക്കോട്
വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഖ്യപ്രതികളായ 5 പേരെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. സിൻജോ ജോൺസൺ, RS കാശിനാഥൻ, അമീൻ അക്ബർ അലി, കെ അരുൺ, അമൽ ഇഹ്സാൻ എന്നിവരെയാണ് ചോദ്യം ചെയ്യുക. ഒരാഴ്ചയ്ക്കുള്ളിൽ CBI കേസ് ഏറ്റെടുക്കുമെന്നാണ് സൂചന. അഭിമന്യു കൊലപാതക കേസിൽ രേഖകൾ കാണാതായ സംഭവത്തിൽ ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ യുവ അഭിഭാഷക സമിതിയാണ് പരാതി നൽകിയത്. വിചാരണ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള 2 പ്രൈമറികളും റിപ്പബ്ലിക്കൻ പാർട്ടി കോക്കസും ഇന്ന് നടക്കും. മിസിസിപ്പി, ജോർജിയ എന്നിവിടങ്ങളിലെ പ്രൈമറികളുടെ ഫലം ഇന്ത്യൻ സമയം രാത്രി 7:15 ലഭ്യമാകും. ഡെമോക്രാറ്റുകളുടെ കോട്ടയായ ഹവായിൽ നടക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കോക്കസിന്റെ ഫലം 7:15 ലഭിക്കും. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. മനുഷ്യരെ വേർതിരിക്കുന്ന ഇത്തരം നിയമം നടപ്പിലാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. നിയമം നടപ്പിലാക്കാതിരിക്കാനുള്ള പ്രവർത്തനം തെരഞ്ഞെടുപ്പ് കാലത്ത് സാധിക്കണമെന്നും K സുധാകരൻ. CAA വിജ്ഞാപനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്ത് തന്നെ CAA നടപ്പിലാക്കുവാൻ സമ്മതിക്കില്ലെന്ന് VD സതീശൻ. വിഷയത്തിൽ CPM-ഉമായി യോജിച്ച് സമരം നടത്തേണ്ട സാഹചര്യം ഇല്ലെന്നും VD സതീശൻ. ഇടുക്കിയെ ഞെട്ടിച്ച കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. മുഖ്യപ്രതി നിതീഷ്, വിഷ്ണു, സുമ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തുക. അതേസമയം നിതീഷ് മൊഴി മാറ്റുന്നത് അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നുണ്ട്. നവജാത ശിശുവിന്റെ മൃതദേഹം ഇതുവരെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. പ്രിൻസ് ജെയിംസ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രിൻസ്, വലിയ ദുരൂഹത നിറഞ്ഞ ഒരു കേസാണ്. അതിൽ ഈ നിതീഷ് മൊഴി മാറ്റി പറയുന്നത് പോലീസിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നിതീഷ് പറഞ്ഞ അടിസ്ഥാനത്തിൽ ആ കുഞ്ഞിനെ കൊന്നു കുഴിച്ചിട്ടെന്ന് പറഞ്ഞ ഇടത്ത് 2 ദിവസം തെരച്ചിൽ നടത്തിയിട്ടും അവിടെ നിന്ന് കുഞ്ഞിന്റെ മൃതശരീര അവശിഷ്ടങ്ങളൊന്നും ലഭിച്ചില്ല. ഇപ്പോൾ ഏത് രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? കേസ് എവിടെ വരെ എത്തി? അശ്വതി, 2016 നവജാത ശിശുവിനെ ഈ നിതീഷും കൊല്ലപ്പെട്ട വിജയനും ചേർന്ന് കൊലപ്പെടുത്തിയതായി നിതീഷും മൊഴി നൽകിയിരിക്കുന്നത്. തുടർന്ന് ഇവർ മുൻപ് താമസിച്ചിരുന്ന കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ കുഴിച്ചിട്ടു എന്നാണ് ആദ്യം പോലീസിന് മൊഴി നൽകിയത്. ഇതേ തുടർന്നാണ് 2 ദിവസങ്ങളിലായി മണിക്കൂറുകളോളം ഈ വീട്ടിലെ കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള വീട്ടിലെ ഇവിടുന്ന് വിട്ട് പിന്നീട് മാറിയിരുന്നു ഈ വീട്ടിൽ എത്തി ഇവിടെ പോലീസ് കുഴിച്ച് പരിശോധിച്ചത്. ഈ തൊഴുത്തിന്റെ ഏകദേശം പൂർണ്ണമായ ഭാഗങ്ങളിലും വലിയ കുഴികളൊക്കെ എടുത്ത് പരിശോധന നടത്തിയെങ്കിലും ഇവിടുന്ന് യാതൊരുവിധ തെളിവുകളും ശേഖരിക്കാൻ സാധിച്ചില്ല. എന്തായാലും ഇവിടുത്തെ മണ്ണ് ഫോറൻസിക് വിഭാഗം ശേഖരിച്ചിട്ടുണ്ട്. എന്നാലും ഇതിനിടയിൽ നിതീഷ് മൊഴി മാറ്റിയിരുന്നു. ഇവിടുന്ന് ഈ മൃതദേഹം ഇവിടെ കുഴിച്ചിട്ടെങ്കിലും പിന്നീട് ഇത് ഇവിടുന്ന് വിജയനെ എടുത്തു മാറ്റി കവറിനകത്ത് കൊണ്ടുപോയി എന്ന് പറയും. പിന്നീട് ഇത് കത്തിച്ചു കളഞ്ഞു എന്നടക്കമുള്ള മൊഴിമാറ്റം ഇയാൾ മാറ്റിയിരുന്നു. ഇത് വലിയ പ്രതിസന്ധിയാണ് പോലീസിനെ സൃഷ്ടിക്കുന്നത്. കാരണം കൃത്യമായൊരു തെളിവുകൾ ശേഖരിക്കാൻ ഈ കാര്യത്തിൽ കുഞ്ഞിന്റെ മരണത്തിൽ ശേഖരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ കക്കാട്ടുകടയിൽ വെച്ച് കൊല്ലപ്പെട്ട വിജയന്റെ മൃതദേഹം വീണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. ഇത് തുടർ നടപടികൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിലെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുന്ന സാധ്യതയുണ്ട്. മുഖ്യപ്രതിയായ നിതീഷിനെ 2 സംഭവങ്ങളും സഹായിച്ചത് വിഷ്ണു വിജയനാണ്, വിജയന്റെ മകനായ വിഷ്ണു വിജയനാണ്. ഒപ്പം ഈ വിജയന്റെ കൊലപാതകത്തിൽ വിജയന്റെ ഭാര്യയായ സുമയ്ക്ക് കൃത്യമായ പങ്കുണ്ടെന്ന് നിതീഷ് മൊഴി നൽകിയിട്ടുണ്ട്. ഇവരെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അറസ്റ്റ് ചെയ്യുക. തുടർന്ന് മറ്റ് തെളിവുൾപ്പെടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അശ്വതി. ശരി പ്രിൻസ്, എന്തായാലും ആ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള ഒരു പ്രതിസന്ധി ഇപ്പോൾ ഈ മൊഴിമാറ്റമാണ്. മൊഴി മാറ്റി പറയുന്ന മൊഴിയിലെ വൈരുദ്ധ്യമാണ്. മുഖ്യപ്രതി നിതീഷിന്റെ മൊഴിയിലെ വൈരുദ്ധ്യമാണ്. പോലീസ് എന്തായാലും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ 5 പ്രതികളെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പ്രധാന പ്രതി സിൻജോ ജോൺസൺ ഉൾപ്പെടെയുള്ളവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങുക. പ്രതികളിൽ നിന്നും കണ്ടെടുത്ത ഫോണുകളുടെ ഫോറൻസിക് പരിശോധന ഉടൻ നടക്കും. ജിൻസ് തോട്ടുംകര ചേരുന്ന വിവരങ്ങളുമായി. ജിൻസ്, ഈ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഇന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും പോലീസ് എന്നറിയുന്നു. തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കും? ഓരോ വെളിപ്പെടുത്തലും ഞെട്ടിക്കുന്നതായിരുന്നു. അത്രത്തോളം
അനുഭവിച്ചാണ് സിദ്ധാർത്ഥ് മരിച്ചത് എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും ഉണ്ടാകുന്നു. കസ്റ്റഡിയിൽ വാങ്ങിയുള്ള പോലീസിന്റെ തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കും? അശ്വതി, സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രധാന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. കൽപ്പറ്റ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും ഈ അപേക്ഷ സമർപ്പിക്കുക. സിൻഡോ ജോൺസൺ അടക്കമുള്ള 5 പേർക്കാണ് ഈ കസ്റ്റഡി അപേക്ഷ നൽകുക. ഈ സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ സംബന്ധിച്ച വ്യക്തത വരുത്താനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. അതുപോലെ തന്നെ ഫോണുകളുടെ ഫോറൻസിക് പരിശോധനയും നടത്തും. ഈ കൊലപാതക സാധ്യത പരിശോധിക്കാനുള്ള ടെസ്റ്റ് ഈ നടപടികൾക്കും ഈ അന്വേഷണ സംഘം കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് അറിയുന്നത്. അതേസമയം തന്നെ ഈ കേസിൽ ഒരാഴ്ചയ്ക്കകം CBI ഈ അന്വേഷണം ഏറ്റെടുക്കും എന്നുള്ളതാണ് നിലവിൽ സൂചന. കേസിൽ ഇതുവരെ 20 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇവരുടെ ഫോണുകളെല്ലാം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇവയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. അതേസമയം തന്നെ ഈ സർവകലാശാലയിൽ പരസ്യ വിചാരണയും ക്രൂരമർദ്ദനവും നടന്നുവെന്ന് ശരിവെക്കുന്ന ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം UGCക്ക് സമർപ്പിച്ചിരുന്നു. എന്തായാലും നിലവിൽ ഈ അന്വേഷണം CBIക്ക് കൈമാറുന്നതിനുള്ള ഒരു നീക്കങ്ങളാണ് നിലവിൽ നടക്കുന്നത്. അതേസമയം തന്നെ ഈ ഡീൻ അടക്കമുള്ളവരെ പ്രതിപട്ടികയിൽ ചേർക്കണമെന്നുള്ള ആവശ്യം നേരത്തെ മുതലേ ഉന്നയിച്ചിരുന്നു. ഈ സംഭവങ്ങളെല്ലാം തന്നെ നിലവിൽ ഇനി CBI ആയിരിക്കും അന്വേഷിക്കുക. എന്തായാലും ഇന്നലെ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ 5 ദിവസത്തേക്ക് അടച്ചിട്ട സർവകലാശാല റെഗുലർ ക്ലാസുകൾ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അശ്വതി, അതാണ് ജിൻസ് തോട്ടുങ്കരയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും CBI വരുന്നതോടെ കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ കൂടുതൽ മുന്നോട്ട് അന്വേഷണത്തിൽ പോകാനാകുമെന്ന പ്രതീക്ഷ ആ കുടുംബത്തിനടക്കം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. ഈ കേസ് ഉറ്റുനോക്കുന്ന എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. ഒരു ആഴ്ചയ്ക്കകം തന്നെ CBI കേസ് ഏറ്റെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. മാസപ്പടി കേസിലേക്ക് എത്തുമ്പോൾ SFIOയുടെ അന്വേഷണം ചോദ്യം ചെയ്തുള്ള KSIDC ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ്. നേരത്തെ ഹർജി പരിഗണിക്കവേ KSIDCയോട് ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനം അല്ലേ എന്നും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടതെന്നും ആയിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദ്യം ഉന്നയിച്ചത്. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. നവമി, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇന്ന് മറുപടി ഉണ്ടാകുമോ? ഈ കേസ് കോടതിയിലേക്ക് വരുമ്പോൾ അന്വേഷണത്തെ നേരിടുന്നതല്ലേ നല്ലത് എന്നായിരുന്നു കോടതി ചോദിച്ചിരുന്നത്. അശ്വതി, കഴിഞ്ഞ 2 തവണ ഈ കേസിന്റെ ഹർജി പരിഗണിക്കുമ്പോഴും ഹൈക്കോടതി ഒരേ കാര്യം തന്നെയാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്രയും ധൃതിപ്പെട്ട് ഈ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? കാരണം എന്തെങ്കിലും തെറ്റ് ചെയ്തവർക്കല്ലേ ഇത്തരത്തിലുള്ള ഒരു ടെൻഷനുള്ളൂ. പിന്നെ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നതെല്ലാം കൃത്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിലൊരു പേടിക്കുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തെ എന്തിനാണ് പേടിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ, അതായത് ഈ പണമിടപാടുകളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ള പണമിടപാടുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? അനധികൃതമായ പണമിടപാടുകൾ നടത്തിയിട്ടുണ്ടോ? എങ്കിൽ മാത്രമല്ലേ ഈ ഒരു അന്വേഷണത്തെ പേടിക്കേണ്ടതുള്ളൂ എന്ന് കഴിഞ്ഞ 2 തവണയും ആവർത്തിച്ച് തന്നെയാണ് ഹൈക്കോടതി ചോദിച്ചത്. അപ്പോഴൊക്കെ KSIDC പറഞ്ഞത് തങ്ങൾക്ക് ഇനിയും ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട്, കുറച്ച് തെളിവുകൾ ഹാജരാക്കാനുണ്ട്, കുറച്ച് പേപ്പറുകൾ കോടതിയിൽ സമർപ്പിക്കാനുണ്ട് എന്ന തരത്തിലായിരുന്നു. അതൊക്കെ വീണ്ടും കോടതി ഇനി എന്താണ് തങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളത് എന്നുള്ളത് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ഈ ഒരു അന്വേഷണം വേണ്ട, ഈ ഒരു അന്വേഷണം റദ്ദാക്കണമെന്നൊരു ആവശ്യം മാത്രമാണ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ കേസ് കോടതി പരിഗണിച്ചപ്പോൾ കോടതി പ്രധാനമായും ചോദിച്ചത് പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ, അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? അതോടൊപ്പം തന്നെ KSIDC നോമിനിക്ക് CMRL കമ്പനിയിൽ നടന്നത് അറിയില്ല എന്നും ഇത് യുക്തിരഹിതമായി തോന്നുന്നില്ല എന്നും കോടതി പറയുകയും ചെയ്തു. CMRLിലെ സംശയകരമായ ഇടപാടുകൾ സംബന്ധിച്ച് KSIDC ജാഗ്രത പുലർത്തിയില്ല എന്നുള്ളൊരു കാര്യം കോർപ്പറേറ്റ് മന്ത്രാലയം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വിധി പറയുക എന്നാണ് നോക്കിക്കാണുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഇന്ന് ഹർജി കേൾക്കുന്നത്. നവമി, ഈ മുൻകൂട്ടി അറിയിക്കാതെയാണ് സ്ഥാപനത്തിൽ അന്വേഷണം നടത്തിയത്, രാഷ്ട്രീയ പ്രേരിതമാണ്, അതുകൊണ്ട് അന്വേഷണം വേണ്ട എന്നുള്ളതാണ് KSIDC പറയുന്നത്. അത് വിലപ്പോകില്ല എന്ന് വേണം നമുക്ക് കരുതാൻ, അല്ലേ?
തീർച്ചയായും അശ്വതി, കഴിഞ്ഞ തവണകളിലൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണയൊക്കെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആവർത്തിച്ച് ചോദിക്കുന്നത് ഇതുതന്നെയാണ്. തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ഒരു അന്വേഷണം വരട്ടെ, അതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? ആ അന്വേഷണത്തോട് നീതി പുലർത്തുകയല്ലേ വേണ്ടത്? അവരാവശ്യപ്പെടുന്ന പേപ്പറുകളെല്ലാം ഹാജരാക്കൂ. അതിൽ മറ്റ് ഇടപാടുകളൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അന്വേഷണത്തെ ഭയക്കുന്നു? അത്തരത്തിൽ ഭയപ്പെടാനൊന്നുമില്ലാതെ ഈ അന്വേഷണത്തെ നേരിട്ടാൽ മാത്രമല്ലേ പിന്നീടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു സംശയാസ്പദകരമായിട്ടുള്ള സാഹചര്യത്തിൽ SFIക്ക് എതിരെയുള്ള ഒരു ആരോപണം ഉണ്ടായാൽ അന്ന് നമുക്ക് ഇത് പരിഗണിക്കാമെന്നൊക്കെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കഴിഞ്ഞ 2 തവണയും ഉന്നയിച്ചിരുന്നു, ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ വീണ്ടും ഇത്തരത്തിൽ ഈ ഹർജിയുമായി KSIDC കോടതിയെ സമീപിക്കുമ്പോൾ ഇനി എന്തായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം അല്ലെങ്കിൽ ഏതെങ്കിലും നിരീക്ഷണം ഏത് തരത്തിലായിരിക്കുമെന്നാണ് ഇന്ന് അറിയേണ്ടത്. എന്തായാലും ഇന്ന് കൂടി ഹർജി വീണ്ടും പരിഗണിക്കുകയാണ്. തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു ഹർജി, അത് അന്ന് SFIയുടെ അന്വേഷണ സംഘം ഓഫീസിലൊക്കെ ഒരു പരിശോധന നടത്തുന്ന സമയത്തായിരുന്നു അടിയന്തരമായിട്ടുള്ള ഹർജി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തുകൊണ്ടാണ് ഇത്രയും ധൃതിപ്പെട്ട് ഇങ്ങനെ ഒരു അന്വേഷണം റദ്ദാക്കണമെന്നൊരു ആവശ്യവുമായി എത്തുന്നതെന്ന് അന്ന് തന്നെ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഇനിയും എന്തൊക്കെ തെളിവുകളാണ് KSIDC ഇന്ന് കോടതിയിൽ ഹാജരാകുക എന്നാണ് നോക്കേണ്ടത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ കേസുകളൊക്കെ കോടതിയിലേക്ക് വരുന്ന ഈ കേസുകളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നുള്ള ഒരു ആകാംക്ഷയും എല്ലാവർക്കുമുണ്ട്, വോട്ടർമാർക്കുണ്ട്. നമുക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് എത്തുമ്പോൾ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. തീരദേശ മേഖലകളിലെ പര്യടനത്തിനാണ് LDF BJP ക്യാമ്പുകൾ നിലവിൽ പരിഗണന നൽകുന്നത്. അതേസമയം ലത്തീൻ സഭാ നേതൃത്വവുമായി ഉൾപ്പെടെ കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ്. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലടക്കം അതിശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് 3 മുന്നണികളുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖറും പന്ന്യൻ രവീന്ദ്രനും തീരദേശ മേഖലകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ ഏറെയുള്ള തീരമേഖലയിൽ കൃത്യമായ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ, തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങുന്നതിനുമേറെ മുമ്പ് തന്നെ മുന്നണികൾ ആരംഭിച്ചിരുന്നു. BJPയും അതോടൊപ്പം തന്നെ LDFും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ തന്നെ തുടക്കമിട്ടതാണ്. എന്തായാലും കോൺഗ്രസും സമാനമായ തരത്തിൽ ശശി തരൂർ ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയതിന് പിന്നാലെ ശക്തമായ പ്രചാരണമാണ് തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാറശാല, ചെങ്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇന്നലെ ശശി തരൂർ വൈകുന്നേരം എത്തിയിരുന്നു. അദ്ദേഹം പ്രത്യേകിച്ച് ഇപ്പോൾ റോഡ് ഷോയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ആഘോഷങ്ങളിലേക്കൊന്നും മാറേണ്ട കാര്യമില്ല. താൻ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ആ ശൈലി എന്താണോ അത് തന്നെ തുടർന്നാൽ മതി എന്നൊരു നിലപാടിലാണ്. പക്ഷേ പ്രവർത്തകർക്ക് മറിച്ചൊരു വികാരമാണ്. BJPയും LDFും വലിയ തരത്തിൽ റോഡ് ഷോ അടക്കം നടത്തിക്കൊണ്ട് യുവജനങ്ങളെ അടക്കം കയ്യിലെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സാധാരണ ഒരു ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ ശൈലി തന്നെ വേണം എന്നൊരു നിലപാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അടക്കമുണ്ട്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ശശി തരൂരും കടക്കും എന്ന് തന്നെയാണ് വിവരം. എന്തായാലും ഇളക്കി മറിക്കുന്ന തരത്തിലേക്ക് പ്രചാരണം നീങ്ങുന്നു. മുഖ്യമന്ത്രി തന്റെ തലസ്ഥാന ജില്ലയിലെ 2 മണ്ഡലങ്ങളിലെ പ്രചാരണ പരിപാടികളിൽ, മണ്ഡല കൺവെൻഷനുകളിൽ പങ്കെടുത്ത് LDF ക്യാമ്പുകളുടെ ആവേശം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വലിയ ചൂടുണ്ട്. ആ ചൂടിനെയൊക്കെ വകവയ്ക്കാതെയാണ് സ്ഥാനാർത്ഥികളുടെ പര്യടനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആറ്റിങ്ങിലും സമാനമായ തരത്തിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. ത്രികോണ മത്സരം നടക്കുന്ന സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ മണ്ഡലം. ആറ്റിങ്ങലിലടക്കം വലിയ ആത്മവിശ്വാസത്തിലാണ് BJPയും അതോടൊപ്പം തന്നെ LDFും അതോടൊപ്പം തന്നെ സിറ്റിംഗ് MP ആയ അടൂർ പ്രകാശും. ശക്തമായ മത്സരം നടക്കുമെന്ന് എല്ലാവരും ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞ ആറ്റിങ്ങൽ നിലനിർത്താനാകുമെന്ന വലിയ പ്രതീക്ഷ അടൂർ പ്രകാശ് പങ്കുവെക്കുമ്പോൾ അത് ഏത് വിധേനയും തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള അഭിമാന പോരാട്ടമാണ് LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. V ജോയിയെ തന്നെ രംഗത്തിറക്കിയതും അതിനുവേണ്ടി തന്നെയാണ്. പക്ഷേ കേന്ദ്ര സഹമന്ത്രി V മുരളീധരന്റെ സംഘടനാ പാടവം കൊണ്ട്, സംഘടനാ ബലം കൊണ്ട് അദ്ദേഹം ആറ്റിങ്ങൽ മണ്ഡലം കൃത്യമായി BJPക്കൊപ്പം നിർത്തും, അവിടെ താമര വിരിയിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് BJP ഉള്ളത്. എന്തായാലും സമാനതകളില്ലാത്ത ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്തും ആറ്റിങ്ങലും പ്രചാരണത്തിന്റെ ആവേശം വാനോളം ഉയരുന്ന കാഴ്ചയാണ് വിജ്ഞാപനം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ കാണാൻ കഴിയുന്നത്.
അതാണ്. നമുക്കിനി വടകരയിലേക്ക് പോകാം. വടകരയിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി KK ശൈലജ. ഓരോ ഇടത്തേക്ക് ചെല്ലുമ്പോഴും താൻ മന്ത്രിയായിരുന്നപ്പോൾ ചെയ്ത നല്ല കാര്യങ്ങൾ ആളുകൾ തന്നെ ഓർമ്മിപ്പിക്കുന്നു. അത് വലിയ ആത്മവിശ്വാസം പകരുന്നു എന്ന് ഇന്നലെ MS അനീഷ് കുമാറിനോട്, ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാറിനോട് KK ശൈലജ പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സർക്കാർ സഹായത്താൽ ജീവിതം തിരികെ കിട്ടിയ ഒരമ്മയെയും മകനെയും KK ശൈലജ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. 4 വർഷം മുമ്പ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനായി നിവേദനവുമായി എത്തിയ അനശ്വരയും മകനെയുമാണ് LDF സ്ഥാനാർത്ഥി KK ശൈലജ വീണ്ടും കണ്ടത്. സർക്കാർ 14 ലക്ഷം രൂപ അനുവദിച്ചതിനെ തുടർന്നാണ് കുട്ടി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത്. നാദാപുരത്ത് പ്രചാരണത്തിനെത്തിയ KK ശൈലജയെ റോസാപ്പൂ മാല ചാർത്തി അനശ്വരയും മകനും സ്വീകരിച്ചു. എനിക്കിന്ന് വളരെയേറെ ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഈ നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി പര്യടനം നടത്തുന്നതിനിടയിലാണ് അനശ്വര ഉണ്ണിക്കുട്ടനെയും കൂട്ടി എന്നെ കാണാൻ വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ മന്ത്രിയായിരുന്ന സമയത്താണ് ഇവിടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ അനശ്വര മോൻ്റെ അസുഖത്തെക്കുറിച്ച് എന്നോട് പറയുന്നത്. ഒരു അപൂർവ രോഗമായിരുന്നു. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മാത്രമേ കുട്ടി രക്ഷപ്പെടുമായിരുന്നുള്ളൂ. അന്ന് അനശ്വര അത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ VCare പദ്ധതിയിൽ ഉൾപ്പെടുത്തി. അത് VCare പദ്ധതിയിലൂടെ ഒരുപാട് കുട്ടികളെ അന്ന് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരണം ഇപ്പം നടത്തുന്നില്ല. നല്ലവരായിട്ടുള്ള ഒരുപാട് ആളുകൾ പണം നിക്ഷേപിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം നൽകുന്ന ഒരു ഫണ്ടാണിത്, VCare എന്ന പേരിൽ. ഞങ്ങളത് ആ രീതിയിൽ ആവിഷ്കരിച്ച് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിനകത്തുനിന്ന് ചികിത്സാ സഹായവും തുടർ ചികിത്സാ സഹായവും ഒക്കെ കൊടുത്തിരുന്നു. സാധാരണഗതിയിൽ ഇത്തരം ചികിത്സക്ക് ഗവൺമെൻറ് വിഹിതമായിട്ട് വളരെ ചെറിയ തുക മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഗവൺമെൻറ്റിന് അത്രയും ഫണ്ടുകൾ ഉണ്ടാവും. ആരോഗ്യമന്ത്രിയുടെ ഫണ്ടായാലും ഒക്കെ അത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷേ VCare എന്ന് പറയുന്ന പദ്ധതി ഡെവലപ്പ് ചെയ്ത് അതിനകത്ത് ഉൾപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തു. VCare നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനകത്ത് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിനെ ഒന്ന് നല്ല രീതിയിലാക്കി വളർത്തിയെടുത്തിട്ടാണ് ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, അതുപോലെ ലിവർ ട്രാൻസ്പ്ലാന്റ് തുടങ്ങിയ അസുഖങ്ങൾക്ക് 14 ലക്ഷം രൂപ വരെ മാക്സിമം ഗവൺമെൻറ് കൊടുക്കുമെന്ന തീരുമാനമെടുത്തത്. അത് ഒരുപാട് മനുഷ്യർക്ക് വലിയ ഉപകാരമായിട്ട് മാറിയിട്ടുണ്ട്. 10, 20, 25 ലക്ഷമൊക്കെ ആവും ഇത്തരം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിനും ലിവർ ട്രാൻസ്പ്ലാന്റിനും ഒക്കെ. അത് മുഴുവൻ ഒരു കുടുംബം കണ്ടെത്തുക എന്നുള്ളത് സാധാരണക്കാർക്ക് സാധിക്കാത്ത കാര്യമാണ്. പലപ്പോഴും അത് മറ്റ് സ്വകാര്യ ഹോസ്പിറ്റലുകളൊക്കെയാണ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോഴാണ് ഈ ഒരു തീരുമാനം എടുത്തപ്പോൾ അനശ്വര അത് പറയും കൂടി ചെയ്തപ്പോൾ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞത്. വലിയ ആത്മവിശ്വാസത്തിലാണ് വടകരയിൽ ടീച്ചറുള്ളത്. വിശുദ്ധ റമദാൻ വ്രതകാലത്തിന് തുടക്കമായിരിക്കുകയാണ്. പൊന്നാനി അടക്കം വിവിധയിടങ്ങളിൽ മാസപ്പിറ കണ്ടതോടെ ഇന്ന് റമദാൻ 1 ആയിരിക്കുമെന്ന് ഖാസിമാരും സാമുദായിക നേതാക്കളും അറിയിച്ചു. പുണ്യം നിറഞ്ഞ ദിനങ്ങളിൽ നന്മകൾ നിറയട്ടെ എന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആശംസിച്ചു. അതിൻ്റെ എല്ലാ പവിത്രതയോടും ശ്രേഷ്ഠതയോടും കൂടി റമദാൻ മാസത്തിലെ വിവാഹത്തിൽ നിർവഹിക്കുവാൻ എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുവാനാകട്ടെ. ഹൃദ്യമായ റമദാൻ ആശംസകൾ നേരുന്നു. റമദാന്റെ പുണ്യം എല്ലാവരിലും നന്മയും കാരുണ്യവും നിറയ്ക്കട്ടെ എന്ന് മഅദീൻ അക്കാദമി ചെയർമാൻ ഇബ്രാഹിമീൽ ഖലീലുൽ ബുഖാരി തങ്ങളും ആശംസിച്ചു. മറ്റൊരു വാർത്തയിലേക്ക്. വിദ്യാഭ്യാസ മേഖലയിൽ സുപരിചിതമായ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബ്രാൻഡ് അംബാസിഡറായി ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണെ തെരഞ്ഞെടുത്തു. സഞ്ജു സാംസൺ ബ്രാൻഡ് അംബാസിഡറായി എത്തുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെയധികം മോട്ടിവേഷൻ ആകും എന്നാണ് കരുതുന്നതെന്ന് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ CEO മുഹമ്മദ് ഷാഫി പറഞ്ഞു. പുസ്തകാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലുപരി തൊഴിൽ ദാതാവിന് ആവശ്യമുള്ള രീതിയിലുള്ള സ്കില്ലുകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതാണ് ആദി ഗ്രൂപ്പിന്റെ പഠനരീതി. കേരളത്തിൽ എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം എന്നിവിടങ്ങളിലാണ് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബ്രാഞ്ചുകൾ ഉള്ളത്. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനത്തെ തുടർന്നുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇന്ന് തന്നെ സുപ്രീം കോടതിയിൽ ഹർജി നൽകും. ഡിവൈഎഫ്ഐയും മുസ്ലിം ലീഗും വിജ്ഞാപനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട്. UDFും കടുത്ത സമരത്തിന് ഒരുങ്ങുകയാണ്. കൂടുതൽ വിശദമായ വാർത്തയും അവലോകനങ്ങളുമായി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സിൽ അപർണ ചേരും.